ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ പാകിയതിന് ശേഷം കുഞ്ഞു തൈകളൊക്കെ നമ്മളൊന്ന് മാറ്റി നട്ടതിന് ശേഷം ആ തൈകൾക്ക് ആദ്യമായിട്ട് എന്ത് വളപ്രയോഗമാണ് ഞാൻ ചെയ്യുന്നതെന്നും, മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തൈകളൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മണ്ണ് നമ്മൾ ആ ഒരു മണ്ണിൻ്റെ പോട്ടി മിക്സും ഒക്കെ ഒന്ന് മാറ്റാതെ തന്നെ എങ്ങനെയാണ് വീണ്ടും അടുത്തൊരു തൈ നടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയൊന്നുമാണേ. അപ്പോൾ അതാണ്ട് നേരത്തെ തന്നെ ഞാൻ സൂര്യകാന്തിയുടെയൊക്കെ തൈകൾ നട്ടിരുന്ന കുറച്ച് ചെടിച്ചട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ തൈകളൊക്കെ നട്ടിരുന്ന ചെടിച്ചട്ടികളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് തൈകളെല്ലാം പിഴുതു മാറ്റിയതിന് ശേഷം ആ ഒരു മണ്ണൊക്കെ മാറ്റാതെ തന്നെ ഞാൻ അത് വീണ്ടും അടുത്ത തൈകൾ നടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് കുമ്മായം ഉണ്ടല്ലോ. നമ്മൾ ഈ കുമ്മായമൊക്കെ കടകളിലൊക്കെ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ കുമ്മായം ആണെങ്കിൽ നമ്മൾ ഈ ഒരു മണ്ണ് ആ ഒരു പോച്ചയും അതുപോലെ തന്നെ നേരത്തെ നട്ട ആ തൈകളും എല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ ചെറിയ വേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം ഈ കുമ്മായം ഒന്ന് വിതറിയിട്ടതിന് ശേഷം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം ആ ഒരു മണ്ണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ തൈകളൊക്കെ നട്ടു കൊടുക്കാവേ അതിനകത്ത്. ഇത് നമ്മൾ നേരത്തെ തന്നെ മാറ്റി നട്ടിരുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ കുഞ്ഞു തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്നൊന്ന് ചുരുക്കി പറയാവേ. അതായത് നമ്മൾ ഈ ഒരു കുഞ്ഞു തൈകൾ മാറ്റി നടുന്ന സമയത്ത് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ എല്ലുപൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന അളവിൽ സാഫ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കലക്കി ഇതിൻ്റെ എല്ലാം ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ യാതൊരു തരത്തിലുള്ള വളപ്രയോഗങ്ങളും ഈ ഒരു കുഞ്ഞു പ്ലാന്റ്സിന് നൽകിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ കുഞ്ഞു പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ചെറിയ തൈകളാണ് ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചട്ടിയിൽ 3ഉം അതുപോലെ 2ഉം തൈകളൊക്കെ വെച്ച് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഇനി വളപ്രയോഗം നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ കളകളൊക്കെ കിളർത്ത് വരുന്നുണ്ട്. ആ കളകളെല്ലാം നല്ല രീതിയിൽ നീക്കം ചെയ്ത് ആ ഒരു ചെടിച്ചട്ടി നമ്മൾ ക്ലീൻ ആക്കിയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ ചെടികളൊക്കെ നട്ടതിന് ശേഷം ഉണ്ടല്ലോ, ഈ ഒരു ചെടിച്ചട്ടിയിലൊക്കെ കുഞ്ഞു കളകളൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വളപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ ആ വളങ്ങളെല്ലാം ഈ ഒരു കുഞ്ഞു കളകളായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കളകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു വളപ്രയോഗം കൂടി ചെയ്യുമ്പോഴേ ഈ ഒരു ചെടികൾക്ക് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ആ ചെടിച്ചട്ടിയിലുള്ള ചെറിയ ചെറിയ കളകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ദാണ്ടേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ കുഞ്ഞു തൈകൾ നമ്മൾ മാറ്റി നട്ടേക്കുമല്ലേ, അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ രീതിയിലുണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു മണ്ണിലേക്കൊന്ന് വെച്ച് കൊടുക്കണമേ. സാധാരണ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നടുന്നവർ ഇതുപോലെയുള്ള ഒരു പരുവൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തൈകളൊക്കെ മാറ്റി നടാറുള്ളത്. എന്നാലും ഞാൻ ഇതിലും ചെറിയ കുഞ്ഞു തൈകളാകുമ്പോൾ തന്നെ മാറ്റി നടാറുണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് തൈകൾക്കും കൂടി നല്ല രീതിയിലൊക്കെ ഒന്ന് വളർന്നു വരട്ടെ എന്ന് കരുതി വലിയ വലിയ തൈകളാകുന്നതൊക്കെ ഒന്ന് മാറ്റി നട്ട് വരികയാണ് ചെയ്യാറുള്ളത്. കുഞ്ഞു തൈകളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ 3ഉം അതുപോലെ 2ഉം ഒക്കെ തൈകളൊക്കെ വെച്ച് ഇപ്പോഴും നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ വലുതാവുന്നതനുസരിച്ച് നമ്മൾ വലിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പം 3 തൈകളൊക്കെ ഒരുപാട് നാൾ, അതായത് വലിയ പരുവാകുന്നത് വരെ നമുക്ക് ഈ ഒരു ചട്ടിയിലൊക്കെ നിർത്താനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത്യാവശ്യം കോഡെക്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ചട്ടികളിലേക്ക് മാറ്റി നടാവുന്നതാണേ. ഇതുവരെ ചെയ്തിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ടിമിക്സിനകത്ത് ചേർത്തേക്കുന്ന വളപ്രയോഗവും പിന്നെ ചേർത്തേക്കുന്നത് സാഫ് കലക്കി ഒഴിച്ചതും മാത്രമാണ് കേട്ടോ. അപ്പം എന്താണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതിനകത്തേക്ക് വളപ്രയോഗം ചെയ്യാൻ പോകുന്നത് എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലുപൊടി ആദ്യം തന്നെ തൻ്റെ ഈ ഒരു ചെറിയ സ്പൂണിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് വീഴാതെ ഇതുപോലെ അങ്ങും ഇങ്ങുമായിട്ടൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എല്ലുപൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിലേക്ക് വീണമെന്നും കരുതി വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ കുഞ്ഞു തൈകളായതുകൊണ്ട് തന്നെ
ഒരുപാട് അങ്ങ് വാരിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് വളർന്നു വരട്ടെ എന്ന് കരുതി മൂടോടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും കേട്ടോ. എന്തിനും ഒരു അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞു തൈകളായതുകൊണ്ട് ചെറിയൊരു സ്പൂണിനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെടികൾക്ക് എന്ത് തരത്തിലുള്ള വളങ്ങൾ കൊടുത്താലും ആ ഒരു വളങ്ങളെ പറ്റി കുറച്ചെങ്കിലും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞു തൈകളായതുകൊണ്ട് കുഞ്ഞു മക്കളെ പോലെയല്ലേ. അപ്പം നമ്മൾ കുഞ്ഞു മക്കൾക്ക് എന്ത് മരുന്ന് കൊടുത്താലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിക്കാറില്ലേ, ഇതെന്തിൻ്റെ മരുന്നാണ്, ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നൊക്കെ. ഡോക്ടർമാർ എഴുതി തന്നാലും നമ്മളിൽ പല അമ്മമാരും അതൊക്കെ ഒന്ന് തിരക്കാറുള്ളത് പതിവാണല്ലേ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ കുഞ്ഞു തൈകൾ. മക്കളെ പോലെ വളർത്തുന്നവർക്ക് ആ ഒരു പ്ലാന്റ്സിനെ പറ്റി പറയുമ്പോൾ ആ ഒരു രീതിയൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എല്ലുപൊടി ഇത്രയും കുഞ്ഞു പ്ലാന്റ്സിൽ ഞാൻ ആദ്യത്തെ വളപ്രയോഗമായിട്ട് നൽകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലുപൊടി എന്താണെന്ന് അറിയണം ആദ്യം നമ്മൾ. അപ്പോൾ എല്ലുപൊടി എന്ന് പറയുന്നത് ഒരു ജൈവ വളമാണ് കേട്ടോ. ഇത് പ്രധാനമായും ചെടികൾക്ക് ഫോസ്ഫറസ്, കാൽസ്യം, മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവ നൽകാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വേരിൻ്റെ വളർച്ച വേഗത്തിലാക്കുകയും പ്ലാന്റിൽ നല്ല രീതിയിൽ വളരുകയൊക്കെ ചെയ്യുവേ. എല്ലുപൊടിയിൽ ധാരാളമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വേരുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു തൈകൾക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ വളർന്ന് കിട്ടിയിട്ട് വേണം കേട്ടോ ഈ ഒരു പ്ലാന്റുകൾ വളർന്നു വരാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു വളപ്രയോഗമായിട്ട് എല്ലുപൊടി തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ മണ്ണ്. അപ്പം ആ ഒരു വളപ്രയോഗം ചെയ്തതിന് ശേഷം വേണം നമ്മൾ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട്. സാധാരണ ചെടികളുടെയൊക്കെ ചുവട്ടിൽ മണ്ണ് ഇളക്കിയിട്ടതിന് ശേഷമാണല്ലേ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ദാണ്ടെ ഇതുപോലെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പം മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ കുഞ്ഞു തൈകൾക്ക് വലിയ രീതിയിൽ അനക്കമൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഈ ഒരു കമ്പ് വെച്ചോ അങ്ങാണം ഇതുപോലെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ മണ്ണ് ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. മണ്ണ് ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് സാധാരണ വെള്ളത്തിലും നനച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ സാഫും അതുപോലെ കലക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ആഴ്ചയിൽ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു തൈകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ അത് തടയാനായിട്ട് സഹായിക്കുവേ. അപ്പോൾ ഈ കുഞ്ഞു തൈകൾ വളർന്നു വന്ന് പൂക്കളാകുന്നത് വരെയുള്ള ഘട്ടങ്ങളെല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടണം കേട്ടോ.